ഒരിക്കൽ ശബ്ദം കേട്ടാൽ തന്നെ ആളുകൾ തല തിരിഞ്ഞു നോക്കുന്ന ഒരു യന്ത്രമുണ്ടായിരുന്നു. അത് വെറുമൊരു ബൈക്കല്ലായിരുന്നു, അതൊരു അഭിമാനമായിരുന്നു, ഒരു വ്യക്തിത്വമായിരുന്നു. അതാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. 1901 ഇംഗ്ലണ്ടിലെ റെഡിച്ച് എന്ന ചെറിയ പട്ടണത്തിൽ റോയൽ എൻഫീൽഡ് എന്ന കമ്പനി ആദ്യമായി മോട്ടോർ സൈക്കിൾ നിർമ്മിച്ചു. അവരുടെ മുദ്രാവാക്യം ലളിതമായിരുന്നു: മേഡ് ലൈക്ക് എ ഗൺ, അതായത് തോക്ക് പോലെ ഉറപ്പുള്ളത്. കാലം മാറി, ലോകയുദ്ധങ്ങൾ വന്നു, സൈന്യത്തിന് ശക്തമായ വിശ്വസനീയമായ വാഹനങ്ങൾ ആവശ്യമായി. അപ്പോഴാണ് ബുള്ളറ്റ് എന്ന മോട്ടോർ സൈക്കിൾ സൈനികരുടെ വിശ്വസ്ത സുഹൃത്തായത്. 1950കളിൽ പുതുതായി സ്വതന്ത്രമായ ഇന്ത്യക്ക് ഒരു ആവശ്യമുണ്ടായിരുന്നു: കഠിനമായ റോഡുകൾ കടക്കാൻ കഴിയുന്ന, എവിടെയും തകരാതെ പോകുന്ന സൈന്യത്തിനായി ഒരു ശക്തമായ ബൈക്ക്. 1955 ഇന്ത്യൻ ആർമി റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനെ തെരഞ്ഞെടുത്തു. ചെന്നൈയിലെ തിരുവോട്ടിയൂരിൽ ബുള്ളറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഇവിടെ നിന്നാണ് ബുള്ളറ്റ് ഇന്ത്യൻ ബുള്ളറ്റായത്. പണ്ട് കാലത്ത് ബുള്ളറ്റ് വാങ്ങുക എന്നതൊരു സാധാരണ കാര്യമല്ലായിരുന്നു. ബുക്ക് ചെയ്തിട്ട് മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളമായിരുന്നു. ഒരു ബുള്ളറ്റിന്റെ ശബ്ദം അത് കേട്ടാൽ തന്നെ അറിയാം. ആ ശബ്ദം ശക്തിയുടെ അടയാളമായിരുന്നു, പുരുഷാർത്ഥത്തിന്റെ ചിഹ്നമായിരുന്നു. ഗ്രാമങ്ങളിൽ ഒരു ബുള്ളറ്റുള്ളവനെ എല്ലാവരും ആദരവോടെ നോക്കും. പോലീസ്, വില്ലേജ് ഓഫീസർ, ഡോക്ടർ എല്ലാവർക്കും ബുള്ളറ്റുണ്ടായിരുന്നു. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളിൽ വീരനും പോലീസ് ഓഫീസറും കലാപകാരനും എല്ലാവരും സഞ്ചരിച്ചത് ബുള്ളറ്റിൽ. ബുള്ളറ്റ് എന്നാൽ ശക്തി, അധികാരം, സ്റ്റൈൽ, യുവക്കളുടെ ഇടയിലെ മുഖ്യ കാഴ്ചപ്പാട്. അതിനോട് 100% നിധി പുലർത്തിയ മോട്ടോർ വാഹന ഭീമനായിരുന്നു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. ഇത് ജനമനസ്സുകളിൽ ആഴത്തിൽ പതിഞ്ഞു. കാലം മാറി, പുതിയ ബൈക്കുകൾ വന്നു, ലൈറ്റ് വെയ്റ്റ്, ഫാസ്റ്റ്, മൈലേജ്. എന്നാലും ബുള്ളറ്റ് അവിടെ തന്നെയുണ്ട്. കാരണം ബുള്ളറ്റ് വേഗത്തിനായി ജനിച്ചതല്ല, അത് യാത്രയ്ക്കായി ജനിച്ചതാണ്. റൈഡ് ഇറ്റ് സ്ലോ, ഫീൽ ഇറ്റ് സ്ട്രോങ്. ഇന്നത്തെ തലമുറയ്ക്കും ബുള്ളറ്റ് ഒരു സ്വപ്നമാണ്. ചിലർക്കത് അച്ഛൻ്റെ ഓർമ്മ, ചിലർക്കത് ബാല്യകാല ആഗ്രഹം. റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഒരു ബൈക്ക് മാത്രമല്ല, അതൊരു ഇതിഹാസമാണ്. ചില യന്ത്രങ്ങൾ ഓടിക്കപ്പെടും, ചിലത് ആരാധിക്കപ്പെടും. എന്നാൽ ബുള്ളറ്റ് ഇന്നും ജനമനസ്സുകളിൽ ഇന്നും രാജാവ് തന്നെയാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുവാൻ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.